അതെ, വഹാബിയാള് കട്ടും മുറിച്ചും കൊടുത്ത ക്ലിപ്പേറ്റ് വന്ന കാക്ക. ആ ക്ലിപ്പേറ്റ് വരുമ്പോ കാക്ക പറഞ്ഞു മരിച്ചോലെ നീപ്പിച്ചിട്ടുണ്ട്, മരിച്ചോലെ ജീവിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വന്ന കാക്ക. അപ്പൊ അവസാനം കാക്കാനൊന്ന് കൊന്നു തരുമെന്ന കാക്ക പറയണത്. കാക്കാനൊന്ന് കൊന്നു തരുമോന്നാ കാക്ക ഇപ്പൊ പറയണത്. ഇതിങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകുക കാക്ക. നിങ്ങളെ ഈ വഹാബിയാളെ മൂടും താങ്ങി നടന്നാലേ, ഈ വഹാബിയാള് തരുന്ന ഇത്തരം ക്ലിപ്പിന്റെ പിന്നാലെ നിങ്ങൾ പോയാലേ അവസാനങ്ങൾ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. കൊന്നു തരാനിപ്പോ ഏതായാലും സുന്നികളെ കൊണ്ട് പറ്റൂല. കാരണം ഒരുപാട് ആൾക്കാരെ കൊന്ന് പരിചയമുള്ള ആളുകളാണ് ഈ വഹാബി പ്രസ്ഥാനം. അവരുടെ ഉത്ഭവം തന്നെ എന്താണ്, ഇങ്ങനെ കൊലപാതകം നടത്തിയാണ്ടാണ് വഹാബി പ്രസ്ഥാനത്തിന്റെ ഉത്ഭവം തന്നെ. അത് പച്ചയില് അവര് എഴുതി വെച്ചതാണ്. ഞാൻ പറയല്ല, ഇന്ത്യൻ മുസ്ലിമീങ്ങളും സ്വാതന്ത്ര്യ സമരവും എന്നുള്ള പുസ്തകത്തില് പച്ചയായിട്ട് വഹാബി മൗലവി എഴുതി വച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയ കഥ. അപ്പോ ഇവിടെ സുന്നികളെ കൊല്ലണം എന്ന് വരെ പച്ചക്ക് പച്ച മലയാളത്തില് വഹാബികളുടെ അൽമനാറില് അവർ എഴുതി വെച്ചതുമാണ്. അപ്പോൾ ഓരോട് തന്നെ പറഞ്ഞാൽ നിങ്ങളൊന്ന് കൊന്നേരാന്. സുന്നികൾക്ക് ഏതായാലും ആ പരിപാടി ഇല്ലാത്തതുകൊണ്ട് അത് നടക്കൂല. വഹാബികളോട് പറഞ്ഞാൽ ഒരിക്കൽ കൊന്ന് നല്ല പരിചയമുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയിട്ടാണ് ഈ വഹാബി പ്രസ്ഥാനം ഇവിടെ വന്നത്. അതൊക്കെ വഹാബി പ്രസ്ഥാനത്തിന്റെ ചരിത്രം പഠിച്ചാൽ ആർക്കും മനസ്സിലാവും. ഒരുപാട് കൊലപാതകങ്ങളും അക്രമങ്ങളും നടത്തിയിട്ടാണ് ഈ പ്രസ്ഥാനം ഇവിടെ വന്നത്. അപ്പൊ ആകത്തുക കാക്ക പറയാ കാക്കാനൊന്ന് കൊന്നു തരുമോന്നാ. അത് വഹാബികളോട് തന്നെ പറഞ്ഞാലേ ഇത്രയൊക്കെ പെങ്ങളാക്കിയില്ലേ, ഈ ബാക്കി ഓലൻ കൈകാര്യം ചെയ്തോളും. ഓക്കെ, അപ്പൊ കാക്ക മരിച്ചോലെ നീപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വന്ന കാക്ക അപ്പൊ അവസാനം കാക്കാനൊന്ന് കൊന്നു തരുമോന്നാ പറയുന്നത്. എങ്ങനെയുണ്ട് കേട്ടോക്കി? ഇനി ഒന്ന് കൊന്നു തരുവോ തലയെക്കെട്ടുകാരെ നിങ്ങൾ ഒന്ന് കൊന്നു തരുവോ? ഇനി ഒന്ന് കൊന്നു തരുവോ തലയെക്കെട്ടുകാരെ നിങ്ങൾ ഒന്ന് കൊന്നു തരുവോ? ഇനി ഒന്ന് കൊന്നു തരുവോ തലയെക്കെട്ടുകാരെ നിങ്ങൾ ഒന്ന് കൊന്നു തരുവോ?